ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനും മാതനും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആണ്. ഞാൻ വിചാരിച്ചു എന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാം. ഇന്ന് വീഴ്ചേട്ടനും വീട്ടിലുള്ള ദിവസമാണ്. ഞങ്ങളുടെ സൺഡേസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റ് ഒരു 7 മണി കഴിഞ്ഞു. ആ സമയത്ത് തന്നെ പൊതുവെ ഞാൻ എഴുന്നേക്കാറ്. തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കിടക്കാറ്. പിന്നെ രാവിലെ ചില പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ മാതന് എഴുന്നേറ്റിട്ടില്ല. ചേട്ടൻ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ എഴുന്നേക്കും. പിന്നെ നേരത്തെ എഴുന്നേക്കുന്ന ആളാണ് ചേട്ടൻ. രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് രാവിലത്തെ ചേട്ടൻ്റെ സൈറ്റിലെ കാര്യങ്ങളും പിന്നെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വരാറില്ല. വർക്ക് മോഡാണ് ആ സമയത്ത്. പിന്നെ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഴുന്നേക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആ സമയത്തൊന്നും എഴുന്നേക്കില്ല. കാരണം രാത്രി നല്ല ലേറ്റായിട്ട് ഞങ്ങൾ കിടക്കാറ്. അപ്പം അതിനെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് നേരത്തെ എഴുന്നേക്കണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൺഡേ വ്ളോഗ് എടുക്കാറുള്ളത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം നമുക്ക്. എന്നും രാവിലെ എണീക്കുമ്പോൾ ഇരിശക്കാട്ടോ കോഫി ഇടുന്നത്. അപ്പൊ എന്നും കിച്ചണിൽ എനിക്കുള്ള കോഫി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞത് ഇരിശക്കൻ അത് സമ്മതിച്ചു തരാറില്ല. കാരണം ചോദിക്കുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞു ഒഴിയും. പിന്നെ എനിക്ക് തന്നെ അതങ്ങ് മനസ്സിലായി. വേറെ ഒന്നല്ല കേട്ടോ, എന്റെ കോഫി വളരെ മോശമാണ്. ആ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോ പിന്നെ ചോദ്യം നിർത്തി. എന്ത് ചെയ്യാനാന്നേ, എത്ര ഇട്ടാലും അതൊന്നും ശരിയാവാറില്ല. എന്തായാലും അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. മാത്രം എഴുന്നേക്കുന്നവരെ ഞാൻ ഇരിശക്കിന് ഇങ്ങനെ കുറച്ച് സമയം കാര്യം പറഞ്ഞിരിക്കും. ഈ ഒരു ടൈം ആട്ടോ ഞങ്ങൾക്കൊക്കെ മാറ്റിവെക്കുന്നത്. മാത്രം എഴുന്നേറ്റാ പിന്നെ മാത്തിന്റെ പുറകിൽ ഓട്ടം തുടങ്ങി. ഇന്നിപ്പോ വേൾഡ് കപ്പ് നടക്കുന്ന ടൈം ആയതുകൊണ്ട് ഇരിശക്കിന് അത് കണ്ടോണ്ടിരിക്കാട്ടോ. എനിക്ക് അതുകൊണ്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാലും മണ്ടത്തരാകും. അങ്ങനെ ഇന്നും കുറച്ച് മണ്ടത്തരൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാട്ടോ ആ കൊച്ചു താൻ എഴുന്നേറ്റ് വന്നേ. ഇവൻ എഴുന്നേറ്റ് വരുന്നത് കാണാൻ നല്ല രസാട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആൾ ഇന്ന് എഴുന്നേക്കുന്നത്. ചിലപ്പോ തനി മൂച്ചയിട്ടെ. ആ ദിവസങ്ങൾ വളരെ ദുർബലമായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അവൻ രാവിലെ തന്നെ അവന്റെ പരിപാടി തുടങ്ങി. ഇരിശട്ടുള്ളതുകൊണ്ട് തന്നെ അവന് ഡബിൾ എനർജിയിലാണ്. ഇന്ന് എനിക്ക് മൂപ്പരെ കിട്ടില്ല. അവൻ ഭയങ്കര ഹാപ്പി ആകും. കൂടെ കളിക്കാനുള്ള ഒരാളെ കിട്ടിയ ദിവസമല്ലേ. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. വിശപ്പിന്റെ വിളി വന്നപ്പോ കിച്ചണിൽ ചെന്ന് രാവിലത്തെ പരിപാടിയിലേക്ക് കിടന്നു. വലിയ പണി പിടിച്ച ഐറ്റൊന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നേ. സിമ്പിൾ ആയിട്ട് പറ്റുന്ന ഒരു ബോംബെ ടോസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു ഐറ്റം? അത് തന്നെ, നമ്മളെ ഇന്ത്യൻ കോഫി ഹൗസിലെ സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ്. അത് കഴിച്ച മുതൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇതൊന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പൊ ഞാനും ഇഷ്ടത്തിന് മാത്രം കൂടി ആട്ടോ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ മനസ്സിലൊരു റെസിപ്പി വെച്ചിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷെ അതിന്റെ അത്ര ഒട്ടും എത്തിയില്ല. എന്തായാലും അതിട്ട് നല്ല പൊട്ടി. ആ സത്യം എനിക്ക് മാത്രം മനസ്സിലായല്ലോ തോന്നുന്നു. മാതനും ഇഷ്ടത്തിനും വലിയ ചേഞ്ചസ് ഒന്നും കണ്ടില്ല. എന്തായാലും ആ പരിപാടി തോർത്തു. ഞായറാഴ്ചകളിൽ ഞാൻ അധികം ലേറ്റ് ആയിട്ടാണ് തീർക്കാറ്. അതുകൊണ്ട് തന്നെ സാറ്റർഡേ ഈവനിങ് ഞാൻ ക്ലീനിങ്ങും വാഷിങ്ങും കുക്കിങ്ങും എല്ലാം തീർത്തു വെക്കും. അപ്പൊ എനിക്ക് ഇവരുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാലോ. അത് ഞാൻ കോളേജിൽ പഠിച്ച സമയത്തും അങ്ങനെ തന്നെ ആട്ടോ ചെയ്യാറ്. എല്ലാവർക്കും ഞാൻ തീർത്തു വെക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊരു ബേസിക് തട്ടിക്കൊട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് വേഗം തീർത്തിട്ട് വരാം.
സത്യം പറയുകയാണെങ്കിൽ ഞായറാഴ്ചക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും കേട്ടോ. കാരണം എനിക്ക് മാത്രമേ ഒരു എന്റർടൈൻമെന്റ് ഇരിശത്തിനുള്ളപ്പോഴേ ഉള്ളൂ. മാത്രമാണ് കേട്ടോ ഇപ്പൊ ഏറെ സന്തോഷം. അവന്റെ എല്ലാ കുറ്റകേടിനും കൂടെ നിന്നോളും. അവന്റെ ഒരു ബോസ് ആയിട്ടാണ് തോന്നുന്നു കാണുന്നത്. ഇരിശത്തിനുള്ളപ്പോ എന്റെ വഴക്കിലൊന്നും അവൻ തളരുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാത്രം കുഞ്ഞായതുകൊണ്ട് പുറത്തെ ഫുഡ് അടുപ്പിച്ച് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ കുക്ക് ചെയ്യും. സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ പുറത്തു പോയി കഴിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നോ ഫുഡ് ഫ്രം ഔട്ട്സൈഡ് ആണ്. ഇന്ന് ലഞ്ചിന് ബിരിയാണിയാണ് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ഒരുവിധം ഞായറാഴ്ചകളിലൊക്കെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ തുടങ്ങി. ഇനി ഇത് കഴിഞ്ഞാലൊരു ഉറക്കം, അത് മസ്റ്റാണ്. ഇത് കഴിഞ്ഞ് മാത്രം കൈയോടെ കൊണ്ടുപോയി ഉറക്കും, ഇല്ലെങ്കിൽ അവൻ ഫുൾ കളിമൂടാകും. ഇതൊരു ശീലമാണ് കേട്ടോ.
ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി അവന് നേരത്തെ ഉറങ്ങും. ചിട്ട ഞാൻ തെറ്റിക്കാറില്ല. അവന്റെ കൂടെ ഞങ്ങളൊന്ന് മയങ്ങിയിട്ട് വരാം. ഉച്ചയുറക്കം കഴിഞ്ഞാൽ ഒരു കോഫി, അത് മസ്റ്റാ. എനിക്കല്ലാട്ടോ വിരിശേട്ടനെ. ഞാൻ ആരെങ്കിലും ഉള്ളപ്പോ മാത്രമേ കുടിക്കാറുള്ളൂ. എത്ര വെച്ചാ ഇതൊക്കെ ഒറ്റയ്ക്ക് അല്ലേ? കോഫി കുടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാം. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. എങ്ങോട്ടാന്നൊന്നും ഇല്ലാട്ടോ, എന്നാലും ചുമ്മാ അങ്ങ് ഇറങ്ങുക. എന്തേലും വഴി കാണുമ്പോ നിർത്തും, ഇറങ്ങും. കുറെ ടൈം അവിടെ നിന്നു. അത് കഴിഞ്ഞ് 8 കൂടിയപ്പോ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിൽ വന്നു. മാത്രം ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തു. അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ കുഞ്ഞിലെ ഇതെല്ലാം കൊടുത്ത് ശീലിപ്പിച്ചിരുന്നു. ഇനി ഞങ്ങളും കൂടെ കഴിക്കട്ടെ. ഇതാട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ സൺഡേ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.